മക്കളെ, ഇന്ന് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. റൈൻ ബസേരേമേം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അമൃതലാൽ ബേഗഡിൻ്റെ യാത്രാവൃത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അമൃതലാൽ ബേഗഡിൻ്റെ യാത്രാവൃത്ത്. റൈൻ ബസേരേമേ എന്ന് പറഞ്ഞാൽ രാത്രി തങ്ങാനുള്ള സ്ഥലം, അഭയസ്ഥാനം അല്ലേ? അങ്ങനെയാണ് റൈൻ ബസേരേമേം എന്ന് പറഞ്ഞാൽ. നോക്കാം. തീരെ തീരെ നർമ്മദ അമൃതലാൽ വേഗഡ് की നർമ്മദ പദയാത്രാവും കാ വൃത്താന്ത് ഹേ. തീരെ തീരെ നർമ്മദ എന്നത് അമൃതലാൽ വേഗഡിൻ്റെ നർമ്മദ നദിയിലെ കാൽനട യാത്രകളെക്കുറിച്ചുള്ള വിവരണമാണ്. प्रथम पदयात्रा उन्होंने अपने 50 साल की आयु, 50 वरना 50 साल वयस्स वर्षम आयु में 1977 में की और अंतिम 2009 में. അതായത് അദ്ദേഹത്തിൻ്റെ പ്രഥം പദയാത്ര പറഞ്ഞാൽ ആദ്യ കാൽനടയാത്ര. അദ്ദേഹം 1977 50-ാമത്തെ വയസ്സിൽ 50 സാൽ 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആദ്യത്തെ കാൽനടയാത്ര നടത്തി. 2009 അവസാനത്തെയും കാൽനടയാത്ര നടത്തി എന്നാണ് പറഞ്ഞത്. അതായത് 1977 50-ാമത്തെ വയസ്സിൽ ആദ്യത്തെ കാൽനടയാത്രയും 2009 അവസാനത്തെ കാൽനടയാത്രയും നടത്തി. ഓക്കെ. ഇൻ 33 വർഷോं के दौरान ഈ 33 ഈ 33 വർഷങ്ങൾക്കിടയിൽ കരീബ് ഏകദേശം 4000 കിലോമീറ്റർ. ഈ 33 വർഷങ്ങൾക്കിടയിൽ ഏകദേശം 4000 കിലോമീറ്റർ അദ്ദേഹം കാൽനടയായിട്ട് സഞ്ചരിച്ചു. പദയാത്രോങ്ക വൃത്താന്തി, അദ്ദേഹം ഏകദേശം എത്ര കിലോമീറ്റർ കാൽനടയായിട്ട് സഞ്ചരിച്ചു എന്ന് പറഞ്ഞത് 4000 കിലോമീറ്റർ കാൽനടയായിട്ട് സഞ്ചരിച്ചു. തീരെ തീരെ നർമ്മദ ഇസ് സിൽസിലേമേ അപ്പനെ സഹായക ചോട്ടു കെ സാത്ത്. അതായത് തീരെ തീരെ നർമ്മദ എന്ന നമുക്ക് ഈ യാത്രാവൃത്തിൽ, അതായത് യാത്രാ വിവരണത്തിൽ പഠിക്കാനായിട്ടുള്ള ഈ യാത്രാ വിവരണത്തിൽ പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടുള്ള ചോട്ടുവിനോടൊപ്പം നടത്തിയ കാൽനട യാത്രയുടെ അനുഭവമാണ് അദ്ദേഹം ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ സിൽസിലേമേ അപ്പനെ സഹായക്, ഈ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ഈ ഭാഗത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടുള്ള ചോട്ടുവിനോടൊപ്പം 11 ഒക്ടോബർ 11 1997 നടന്നിട്ടുള്ള പദയാത്രയുടെ അനുഭവമാണ് അദ്ദേഹം ഇവിടെ വിവരിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ. രാത് കോ ദോടി ദേർ के लिए मैं बाहर निकल आया और आकाश तले बैठ गया. രാത്രി ദോടിദർ എന്ന കുറച്ചു നേരം രാത്രി കുറച്ചു നേരം ഞാൻ ബാഹർ നികലായ കുറച്ചു നേരം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തലേ ബൈഠ് ഗയ, ആകാശത്തിന് കീഴെ ഇരുന്നു. രാത്രി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? രാത്രി പുറത്തേക്ക് ഇറങ്ങി ആകാശത്തിന് താഴെ ഇങ്ങനെ ഇരിക്കുകയാണ്. താരെ ഐസെ ലഗ് രഹേ ദേ മാനോ കിസിനെ ആകാശമേ സഫേദ് തിൽ ബിക്കേർ ദിയേ ഹോ. സഫേദ് പറഞ്ഞ വെള്ള, തിൽ പറഞ്ഞ എള്ള്, ബിക്കേർ എന്ന് പറഞ്ഞാൽ വിതറുക. താരെ നക്ഷത്രം, ലഗ് രഹേദ പറഞ്ഞാൽ ലഗ്ന തോന്നുക. താരെ ഐസേ ലഗ് രഹേദ നക്ഷത്രം. അതിന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരുപാട് നക്ഷത്രം ഉണ്ടല്ലേ. അപ്പോൾ ഈ ആ നക്ഷത്രങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താണ് ലേഖകന് തോന്നിയത്? ലഗ് രഹേദ തോന്നി. മാനോ കിസിനെ ആകാശമേം സഫേദ് തിൽ ബിക്കേർ ദിയേ ഹോ. ആരോ ആകാശത്തിൽ വെളുത്ത എള്ള് വിതറിയതാണോ എന്ന് തോന്നും. ആകാശത്തിൽ ആരോ വെളുത്ത എള്ള് വിതറിയതുപോലെ നക്ഷത്രങ്ങൾ കാണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ചാന്ദ് നഹീന്ത, ചാന്ദ് പറഞ്ഞ ചന്ദ്രൻ, ചാന്ദ് നഹീന്ത ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല, ആകാശത്തിൽ ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല. ഇസ്ലിയെ ഈ കാരണത്താൽ താരെ ഗുലുക്കർ
സാമനെ ആകയത്. താരെ പറഞ്ഞ നക്ഷത്രങ്ങളെ വ്യക്തമായിട്ട് കാണാൻ സാധിച്ചിരുന്നു. സൂരജ് ചൽത്താ ഹെ അകേല. സൂര്യൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഒറ്റയ്ക്ക്. സൂരജ് ചൽത്താ ഹെ അകേല. അകേല എന്ന തനിച്ച്, ഒറ്റയ്ക്ക്. സൂര്യൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. താരെ ചൽത്താ ഹെ ജമാത്ത് മേ. നക്ഷത്രങ്ങൾ കൂട്ടത്തിൽ. നക്ഷത്രങ്ങൾ എങ്ങനെയാണ്? നക്ഷത്രങ്ങൾ കൂട്ടത്തിലാണ് സഞ്ചരിക്കുന്നത്. അമാവാസ് की रात को താരോം കാ ഭണ്ഡാര ബർത്താ ഹെ. അമാവാസി ദിനങ്ങളിൽ, അമാവാസി രാത്രികളിൽ താരോം കാ ഭണ്ഡാര ബർത്താ ഹെ. അമാവാസി രാത്രിയിൽ നക്ഷത്രങ്ങളുടെ ഒരു വലിയ കൂട്ടം തന്നെ ദൃശ്യമാകുന്നു. അമാവാസി രാത്രികളിൽ നക്ഷത്രങ്ങളുടെ വലിയ കൂട്ടം തന്നെ ദൃശ്യമായി കാണാമായിരുന്നു. ദിൻ കാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കോമൺസ്. അതായത് ദിൻ പറഞ്ഞ പകലത്തെ ആകാശം എന്ന് പറയുന്നത് എന്താണ് പറയുക, പകൽ ആകാശം പ്രഭുക്കന്മാരുടെ സഭ, ഹൗസ് ഓഫ് ലോർഡ് എന്നാണ് പറഞ്ഞത്. പ്രഭുക്കന്മാരുടെ സഭ, പകൽ ആകാശം പ്രഭുക്കന്മാരുടെ സഭയോടും അതുപോലെ തന്നെ രാത്രിയിലെ ആകാശത്തിനെ സാധാരണക്കാരുടെ സഭയോടുമാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അടുത്ത നോക്കാം. സുബഹ് ആകെ ബഡേ. സുബഹ് പറഞ്ഞ രാവിലെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. സുബഹ് ആകെ ബഡേ, രാവിലെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. പകഡണ്ടി എകായക് ഖതർനാക് ഹോ ഗയി. പകഡണ്ടി പറഞ്ഞാൽ നടപ്പാത. എകായക് ഖതർനാക് ഹോ ഗയി, പെട്ടെന്ന് എങ്ങനെയായി? പെട്ടെന്ന് ഖതർനാക്ക് എന്ന് പറഞ്ഞാൽ ആപത്തുള്ളതാവാം, എന്താ പറയുക, പെട്ടെന്ന് അപകടകരമായിട്ടുള്ള വഴിയായി മാറുക. ഖതർനാക് ഹോ ഗയി, അപകടകരമായി മാറി. ജരാ ചൂക്കെ ഔർ സീതേ പാനിമേ. ജരാ ചൂക്കെ, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ, എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ, സീതേ പാനിമേ, നേരെ വെള്ളത്തിലേക്ക് വീഴും. ഞങ്ങൾ എന്താണ് ഫസ്റ്റ് ഈ പാരഗ്രാഫ് പറഞ്ഞത്? സുബഹ് ആകെ ബഡേ, രാവിലെ ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു. രാവിലെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. പകഡണ്ടി എക്കായക്ക് ഖതർനാക് ഹോ ഗയി. അങ്ങനെ അവർ മുമ്പോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്ന വഴി പെട്ടെന്ന് ഭയാനകമായ ഒരു വഴിയായിട്ട് മാറി. അവർക്ക് നടക്കാൻ വളരെ, ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പ്രയാസമുള്ള അപകടകരമായിട്ടുള്ളൊരു വഴിയായി മാറി. സരാ ചൂക്കെ അവർ സീതേ പാനിമേ. അങ്ങനെ അവർ നടക്കുന്ന വഴി കുറേ ദൂരം നടന്നപ്പോഴാണ് ഇങ്ങനെ ഉണ്ടായത് അല്ലേ. എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ എന്താണ്? നേരെ വെള്ളത്തിലേക്ക് വീഴും. പത്തലി ഹോത്തേ ഹോത്തേ വഹു ലുപ്തു ഹോ ഗയി. അങ്ങനെ ആ വഴി നേർത്ത് പിന്നെ ആ വഴി കാണാതെ, ആ വഴി ഇല്ല, അവർ നടന്ന വഴി ഇല്ല. ഗഡി ചടായി ചടുക്കർ മുഷ്കിൽ സെ ഊപ്പറായ. അങ്ങനെ അവർ കുത്തനെയുള്ള കയറ്റൊക്കെ കയറിയിട്ട്, ഒരു വഴി കണ്ടിട്ടാണ് അവർ നടന്നത് അല്ലേ, അവന് വഴി കാണാനില്ലേ. അങ്ങനെ അവർ എന്ത് ചെയ്തു? അവിടെ നിന്നൊരു കുത്തനെയുള്ള കയറ്റൊക്കെ കയറിയിട്ട് മുഷ്കിൽ സെ, വളരെയധികം പ്രയാസപ്പെട്ടിട്ട് മുകളിലെത്തി. ലേക്കിൻ ഊപ്പർ ന ഗഡബഡ് ദി ന പകടണ്ടി. അങ്ങനെ അവർ പ്രയാസപ്പെട്ട് മുകളിലെത്തിയപ്പോൾ മുകളിൽ ഇനി മുമ്പോട്ടേക്ക് പോകാനുള്ള വഴിയൊന്നും അവർക്ക് കണ്ടിരുന്നില്ല. പകടണ്ടി, അവിടെ വേറെ നടവഴിയൊന്നും ഉണ്ടായിരുന്നില്ല. ആർ ബാദൽ ദേ, അവിടെ എന്തുണ്ടായിരുന്നു? മേഘമുണ്ടായിരുന്നു. മേഘങ്ങളുണ്ടായിരുന്നു അവിടെ. ഹമേ ലഗാതാർ ദമക്ക രഹേദ. ആ മേഘം ഞങ്ങളെ ലഗാതാർ, നിരന്തരം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മേഘം ഞങ്ങളെ നിരന്തരം ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. വേ സിമഡ്കർ ഗനേ കാലേ മേഘം സേ പരിവർത്തിത് ഹോ രഹേദേ. ആ അവിടെ ഉണ്ടായിരുന്ന മേഘം എങ്ങനെയായി? എന്താ പറയുക, ഉരുണ്ടുകൂടിയിട്ട് കറുത്ത മേഘമായിട്ട് മാറി എന്നാണ് പറഞ്ഞത്. വേ സിമഡ്കർ, അതെല്ലാം ഉരുണ്ടുകൂടി, ഗനേ കാലേ മേഘമേ, കറുത്ത മേഘമായിട്ട്, കാർമേഘമായിട്ട്, പരിവർത്തിത് ഹൊരഹേദേ, പരിവർത്തനം സംഭവിച്ചതിന്, അതങ്ങനെ കറുത്ത മേഘമായിട്ട് മാറി. കബി ബി ബറസ് സക്തേദേ, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്ന രീതിയിലേക്ക് ആ മേഘം മാറി.
കഹീം ഏക്ക് ആത്മീ തക്ക് നസർ നെഹി ആരാധ. അവിടെ അവിടങ്ങളിൽ എവിടെയും ഒരു മനുഷ്യനെ പോലും കാണാനുണ്ടായിരുന്നില്ല. അവരെ എന്തെങ്കിലും സഹായിക്കാനോ എന്തെങ്കിലും ചോദിക്കാനോ ഒന്നും അവിടങ്ങളിൽ എവിടെയും ഒരു മനുഷ്യനെ പോലും കാണാനുണ്ടായിരുന്നില്ല. കിസി തര പതോട പഹുഞ്ചി, ഞങ്ങൾ എങ്ങനെയൊക്കെയോ പതോട എന്ന സ്ഥലത്തിന്റെ പേരാട്ടോ, ഞങ്ങൾ എങ്ങനെയൊക്കെയോ പതോടയിലെത്തി. റോസ് കി അപേക്ഷ ആജ് ഹം ആദാ ഹി ചൽ പായേതേ. എന്താണ് പറയുക, നിത്യവും അവർ സഞ്ചരിക്കുന്നതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ റോസ് കി അപേക്ഷ, റോസ് എന്ന് പറഞ്ഞാൽ നിത്യവും എല്ലാ ദിവസങ്ങളിലും അവർ സഞ്ചരിക്കുന്നതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആജ് ഹം ആദാ ഹി ചൽ പായേതേ, ഇന്ന് ഞങ്ങൾ പകുതിയെ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന്. അതായത് അവർ എല്ലാ ദിവസങ്ങളിലും കുറേ ദൂരം സഞ്ചരിക്കും അല്ലേ, കാൽനട യാത്രയാണ്, അപ്പോൾ കുറേ ദൂരം അവർ സഞ്ചരിക്കും. എന്നാൽ ഇന്ന് അവർക്ക് പതിവിനേക്കാൾ പകുതി മാത്രമേ നടക്കാൻ സാധിച്ചിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. പതിവിനേക്കാൾ പകുതി. റോസ്കി അപേക്ഷ, പതിവിനെ വെച്ച് നോക്കുകയാണ്, പതിവായി അവർ നടക്കുന്നതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അപേക്ഷ ആജാദ, ഇന്ന് പകുതി മാത്രമേ നടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ലേക്കിൻ പാനിക്കെ ഡർസെ ഇസി ഗാവമേ രുക്നാപട. ലേക്കിൻ പക്ഷേ, പാനിക്കെ ഡർസെ മഴ ഭയന്നിട്ട്, നല്ല മഴയാണല്ലേ, കാർമേഘം മൂടി മഴ വരികയാണ്, നല്ല മഴ, എപ്പം വേണമെങ്കിലും മഴ പെയ്യുന്നുള്ള അവസ്ഥയാണല്ലേ ഉള്ളത്. അപ്പം അവർ മഴ പേടിച്ചിട്ട് എന്തു ചെയ്തു, ഇസി ഗാവുമേ രുഖ്നാപട, ആ ഗ്രാമത്തിൽ തന്നെ അവർക്ക് തങ്ങേണ്ടി വന്നു. കുച്ചു ലോഗോനെ മിൽക്കർ ഗാവുമേ ഏക്ക് മന്ദിർ ബൻവായ ഹെ. കുറച്ച് ആളുകൾ ചേർന്ന് ഗാവുമേ, ആ ഗ്രാമത്തിൽ ഒരു മന്ദിരം, ഒരു അമ്പലം നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അബി മൂർത്തിക്ക് സ്ഥാപന നഹി ഹുയി ഹെ, അവിടെ വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ല. मंदिर के बरामदे में लोहे का जाली वाला दरवाजा है. मंदिर के ബരാന്തേമേ, അമ്പലത്തിൻ്റെ ബരാന്തയിൽ ലോഹേക്ക ജാലിവാല, ലോഹത്തിൻ്റെ ജാലിയുള്ള ഒരു ദർവാസ, ഒരു വാതിലുണ്ടായിരുന്നു. മന്ദിർ കി ദേക്ക് രേക്ക് കർണേവാലെ ഗ്രാമീണെ ഉസേ ഹമാരെ ലിയെ ഗോൽ ദിയ. മന്ദിർ കി ദേക്ക് രേക്ക് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക. ഈ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, അമ്പലത്തിനെ മേൽനോട്ടം വഹിക്കുന്ന ഗ്രാമീണൻ ഉസേ ഹമാരെ ലിയെ, ആ വാതിൽ, ഉസേ ഹമാരെ ലിയെ ഗോൽ ദിയ. അമ്പലത്തിലുണ്ടായിരുന്ന ഒരു വാതിലിനെ കുറിച്ച് പറഞ്ഞല്ലോ, ദർവാസ, ലോഹേക്ക ജാലിവാല ദർവാസ അവർക്ക് വേണ്ടി ആര് തുറന്നു കൊടുത്തു? ആ അമ്പലത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഗ്രാമീണൻ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഗോൽ ദിയ പറഞ്ഞാൽ തുറന്നു കൊടുക്കുക. ആജ് യഹി ബരാംദ ഹമാര രൈൻ ബസേര ഹെ. ഇന്ന് യഹി വരാന്ത, ഇന്ന് ഈ വരാന്തയാണ് ഞങ്ങളുടെ രൈൻ ബസേര, നമ്മുടെ പാടത്തിൻ്റെ പേരിലെ രൈൻ ബസേര. ഇന്ന് ഈ വരാന്തയാണ് ഞങ്ങളുടെ അഭയസ്ഥലം, ഞങ്ങൾക്കിന്ന് താമസിക്കാനുള്ള സ്ഥലം. പാനി ലാനെ കേലിയെ ബാൾട്ടി ദി, അദ്ദേഹം ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാനായിട്ട് ഒരു ബക്കറ്റ് തന്നു. ഫർഷ് പർ ബിച്ചാനെ കേലിയെ ഏക്ക് ബഹുത്ത് ബഡി ദരീദി. ഫർഷ് പറഞ്ഞ നിലം, നിലത്ത് ബിച്ചാന വിരിക്കുക, നിലത്ത് വിരിക്കാൻ വേണ്ടിയിട്ട് ഏക്ക് ബഹുത്ത് ബഡി, ഒരു വലിയ വിരി തന്നു. ദരി പറഞ്ഞ വിരി. സദാവ്രത് കെ ലിയെ ബി പൂച്ച ലേക്കിൻ വഹ് ഹമാരെ പാസ് പര്യാപ്തത. വ്രതത്തിനെ കുറിച്ച് ചോദിച്ചു, ഞങ്ങൾക്ക് അത് പര്യാപ്തമായിരുന്നു. ചോട്ടു ബാഹർ ഗാന ബനാ രഹാദ. ചോട്ടു പുറത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചോട്ടുവിന് മൊത്തമുള്ള പദയാത്രയെക്കുറിച്ചാണ് ഇവിടെ പറയണത് അല്ലേ. അപ്പം ചോട്ട് എന്താണ് ചെയ്യുന്നത്? ചോട്ട് പുറത്ത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദാൽ തോ ബൻ ഗയീന്തി. ദാൽ പറഞ്ഞ പരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പരിപ്പ് കൊണ്ടുള്ള കറിയോ അങ്ങനെ പരിപ്പിൻ്റെ വിഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പർവക് ഗാക്കഡ് ബനാരഹാദ. അവൻ പിന്നെ എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഗാക്കഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗാക്കഡ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു റൊട്ടിയാണ് ഗാക്കഡ്. ഗാക്കഡ് ബനാ രഹാദ കി പാനി ആകയ. അവനിങ്ങനെ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഗാക്കഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു? പാനി ആകയ, മഴ പെയ്തു. प्रायः सभी खेतों में या तो सोयाबीन कट रहा है या कटे हुए सोयाबीन के ढेरे लगे हैं.
സബി ഗേത്തോമി എല്ലാ വയലുകളിലും ആളുകൾ എന്താണ് ചെയ്യുന്നത്? സോയാബീൻ കട്ട് രഹേ ഹെ. സോയാബീനൊക്കെ അവർ കട്ട് ചെയ്ത് മാറ്റുകയാണ്, വിളവെടുക്കുകയാണ്. എന്ത്? സോയാബീൻ വിളവെടുക്കുകയാണ് ആളുകൾ ആ സമയത്ത്. വിളവെടുത്തിട്ടുള്ള സോയാബീനൊക്കെ ടേറിലേക്ക് കൂട്ടി വെക്കുകയാണ്, കൂനയായിട്ട് എന്താണ് കൂട്ടമാക്കി വെക്കുകയാണ് അവർ. സോയാബീൻ വിളവെടുക്കുകയും ആ വിളവെടുപ്പ് കൂട്ടമാക്കി വെക്കുകയൊക്കെ ചെയ്യാണ്. ഇസ് പാനീസെ കിസാനോ കി ഭാരി നുക്സാൻ ഹോ രഹാ ഹെ. പെട്ടെന്നുള്ള ഈ മഴ കാരണം, ഇസ് പാനീസെ ഈ മഴ കാരണം, കിസാനോ കോ ഭാരി നുക്സാൻ ഹോ രഹാ ഹെ, കൃഷിക്കാർക്ക് വളരെയധികം നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ മഴ പ്രതീക്ഷിക്കാതെ ഉണ്ടായ മഴ കാരണം എന്താണ്? കർഷകർക്കൊക്കെ അത് വളരെ വലിയൊരു നഷ്ടമായി. किसी तरह छोटू ने गाकड़ बना लिए, गाना गाकर दौड़ा आराम करके, जब सोने लगे तब तक पानी बंद हो चुका था. किसी तरह छोटू ने ഗാക്കഡ് ബനാലിയെ, അങ്ങനെ എങ്ങനെയൊക്കെയോ ചോട്ടു ഗാക്കഡ് തയ്യാറാക്കി. ചോട്ടു ഗാക്കഡ് തയ്യാറാക്കുന്ന സമയത്താണ് മഴ പെയ്തത് അല്ലേ? പുറത്ത് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പം ഈ ചോട്ടു ഈ മഴയ്ക്കിടയിലൂടെ എങ്ങനെയൊക്കെയോ ആ ഗാക്കഡ് തയ്യാറാക്കി എടുത്തു. ഗാന ഗാക്കർ, അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട്, ദോട ആരാം കറക്കി, കുറച്ച് നേരം അവർ വിശ്രമിച്ചു. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം വിശ്രമിച്ചു. ജബ് സോനയിലേക്ക് തബ് തക്ക് പാനി ബന്ദ് ഹോ ചുക്കാത, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ഉറങ്ങാൻ തുടങ്ങിയ സമയത്തേക്ക് തന്നെ, ആ സമയമായപ്പോഴേക്കും മഴ അവസാനിച്ചിരുന്നു. കുറച്ച് സമയം ഭക്ഷണം കഴിച്ചു, കുറച്ച് സമയം വിശ്രമിച്ചു, ഉറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും മഴ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ബാഹർ ബിജലി കാ ബൾബ് ജൽ രഹാദ, പുറത്ത് വൈദ്യുത ബൾബ് ജ്വലിക്കുന്നുണ്ടായിരുന്നു. रात को जब मैं उड़ा तो मेरे पैरों के पास की गाली दरी पर एक आदमी गुड़ी मुड़ी पड़ा था. രാത്ത് കോ ജബ് മേ ഉടാത്തോ, രാത്രി ഞാൻ ഉണർന്നപ്പോൾ, മേരെ പൈരോ കെ പാസ് കി ഗാലി ദരീപ്പർ, എൻ്റെ കാലിനരികിലായിട്ട് ഉള്ള കാലിദരി, അതായത് വെറുതെ ഇരിക്കുന്ന സ്ഥലം, വെറുതെയുള്ള സ്ഥലം, കാലിയായിട്ട് നിൽക്കുന്ന ആ ഭാഗത്ത്, ആ പായയിൽ അല്ലെങ്കിൽ ആ വിരിയിൽ എന്ന് പറയാം. ഏക്ക് ആത്മി ഗുഡി മുടി പടാത, ഒരു മനുഷ്യൻ അങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്നെ കുച്ച് ബി ഓൾട്ടാ നഹീന്ത, അയാൾ ഒന്നും തന്നെ പുതച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴ പെയ്ത് തണുത്തിട്ടുണ്ട് അല്ലേ? പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്ന? പുതപ്പൊന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ലേട്ടേ ബെഡ്ബടാ രഹാത, അങ്ങനെ കിടന്നുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ബെഡ്ബടാ രഹാന പിറുപിറുക്ക, എന്തൊക്കെയോ അങ്ങനെ പിറുപിറുത്ത് പറയുന്നുണ്ടായിരുന്നു. മാനോ കഹാനി സുനാരഹോ, അത് കേട്ടാൽ എന്താ തോന്നുക? കഥ പറയുകയാണ് എന്ന് തോന്നും. കഥ പറയുന്നത് പോലെ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഫിർ എക്കായക്ക് ജോരോം സെ ഹസ്നെ ലഗത്ത, പിന്നെ പെട്ടെന്ന് അദ്ദേഹം ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ജോരോം എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ, ഹസ്ന ചിരിക്കുക. അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? പെട്ടെന്ന് ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. ബീച്ച് മേ രാമായൺ കി ചൗപ്പായി ബോൽത്ത, ഇടയ്ക്ക് അദ്ദേഹം രാമായണത്തിലെ വരികളൊക്കെ ചൊല്ലാൻ തുടങ്ങി. ഷായദ് പാഗൽദ മേ ചുപ്ചാപ്പ് സോ ഗയ, ഒരു പക്ഷെ അദ്ദേഹം ഭ്രാന്തനായിരിക്കാം. ഞാൻ എന്ത് ചെയ്തു? മേ ചുപ്ചാപ്പ് സോ ഗയ, ഞാൻ മിണ്ടാതെ ഉറങ്ങി. അദ്ദേഹത്തിനെ ശല്യപ്പെടുത്താതെ, ഒന്നും മിണ്ടാതെ ഞാൻ എന്ത് ചെയ്തു? മിണ്ടാതെ ഞാൻ ഉറങ്ങി. ഒരു പക്ഷേ അദ്ദേഹം ആരായിരിക്കാം? ഭ്രാന്തനായിരിക്കാം. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അങ്ങനെ വെറുതെ സംസാരിക്കുന്നു, ചിരിക്കുന്നു അല്ലേ? ദോടി ദേർ കെ ബാദ് വഹ് ഉഡ്കർ ബാഹർ ചലാഗയ, ദോടി ദീർക്കെ ബാദ്, അല്പസമയത്തിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റിട്ട് ബാഹർ ചലാഗയ, പുറത്തേക്ക് പോയി. ലേക്കിൻ ജൽദി ഹി വാപ്പസ് ആയ, എന്നാൽ പെട്ടെന്ന് തന്നെ മടങ്ങി വന്നു. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മടങ്ങി വന്നു. ദർവാസെ പർ ഗഡ ഹോക്കർ ഗുജ ഓർ കോൻ ഹോ തും ലോഗ്, എന്നിട്ട് ദർവാസെ പർ ഗഡ, വാതിൽക്കൽ നിന്നിട്ട് അദ്ദേഹം അങ്ങനെ ചോദിക്കുകയാണ്. കോൻ ഹോ തും ലോഗ്, നിങ്ങളൊക്കെ ആരാണ്? യഹാം കൈസെ ഗുസ് ആയേ ഹോ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കയറിയത്? ഗുസന കയറുക, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കയറിയത് എന്ന് അദ്ദേഹം ദേഷ്യത്തോടെ ചോദിക്കാൻ തുടങ്ങി. നിരീഹ് സെ दिखने वाले इस आदमी ने एकाएक विकराल रूप धारण कर लिया. अब वह बेहद गुस्से में था. നിരീഹ് സെ ദിഖ്നെ വാലെ ഇസ് ആത്മി, ഈ ശാന്തനായി നിന്നിരുന്ന ഈ വ്യക്തി, എക്കായക്ക് പെട്ടെന്ന്,
വികരാൾ രൂപ ധാരൺ കർലിയ, ഒരു എന്താണ് പറയുക, ഭീകര രൂപം അദ്ദേഹം ധരിച്ചു. അദ്ദേഹം പെട്ടെന്ന് ഒരു ഭീകരനായിട്ട് മാറി. അബ് വഹ് ബേഹദ് ഗുസ്സേമേന്ത, അദ്ദേഹം അപ്പോൾ എങ്ങനെയായിരുന്നു? വളരെയധികം ദേഷ്യത്തിലായിരുന്നു അദ്ദേഹം. വളരെയധികം ദേഷ്യത്തിൽ അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. അതായത് നിരീഹ് സെ, നിരീഹ് പറഞ്ഞാൽ നിഷ്കളങ്കൻ, നിരീഹ് നിഷ്കളങ്കൻ, നിഷ്കളങ്കനായി കാണപ്പെട്ടിരുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് എക്കായേക്ക് വികരാൾ രൂപം, വികരാൾ പറഞ്ഞാൽ ഭീകരം, ഭീകര രൂപം പൂണ്ടു. വികരാൾ രൂപ ധാരൺ കർലിയ, അദ്ദേഹം ഒരു ഭീകര രൂപം പൂണ്ടു. അതായത് ഇപ്പോൾ എങ്ങനെയാണുള്ളത്? അബുവഹ് ബേഹദ് ഗുസ്സേമേന്ത, അദ്ദേഹം ഇപ്പോൾ അതിയായ ദേഷ്യത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കാണപ്പെടുന്നത്. ശാന്തനായ, അതായത് എന്താ പറയുക, നിഷ്കളങ്കനായിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ വളരെയധികം ദേഷ്യത്തിലാണ് കാണപ്പെട്ടിരിക്കുന്നത്. ദേഷ്യത്തിൽ അയാളിങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കിന്ന് ഇത്രയും ഭാഗം എടുക്കാം. ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള അത്രയും ഭാഗം നന്നായിട്ട് വായിച്ച് നോക്കുക. ഇതിൻ്റെ മീനിങ് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൂടെ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. ഇത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് വിട്ടപ്പം പിന്നെ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോയ സമയത്ത് ഓരോരോ മീനിങ് ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ. അതുകൊണ്ട് മീനിങ് മാത്രമായിട്ട് തന്നെ നമുക്കൊരു ക്ലാസ് ആയിട്ട് എടുക്കാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഇന്ന് എടുത്തിട്ടുള്ള ക്ലാസ് എന്ത് ചെയ്യുക? നിങ്ങൾ വായിച്ച് പഠിക്കുക, നിർബന്ധമായിട്ടും വായിക്കണം, മീനിങ് വെച്ചിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. കമൻറ്റ്, അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ. ഓക്കെ.